കമലഹാസന് പലപ്പോഴും പല പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിനോട് എഗൻസ്റ്റ് ആയിരുന്നു. മറുപത്തൂർ കനവിൽ ആ പള്ളിയിൽ വെച്ചൊരു സോങ് ഉണ്ടല്ലോ, കരുണാമയനകർത്ത്. അപ്പം ആദ്യത്തെ പാട്ടാണ് എൻ്റെ. മൗസെ കൈ വെച്ചപ്പോൾ കഴ്സർ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോയി. പക്ഷെ ഇപ്പോഴും എനിക്ക് നിരാശയുള്ള ഒരു സീനുണ്ട്. ഒരു പോർഷന് നരൻ പാടുന്നുണ്ടല്ലോ, ഫസ്റ്റ് പോർഷൻ. ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ പാടുമ്പം മറ്റേ ക്യാരക്ടറിനെ കാണിക്കേ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നോട് രഞ്ജ, നീ 20 വർഷത്തെ അകൽച്ച 10 സെക്കൻഡ് പോലും ഇല്ലാണ്ട് മാറ്റിക്കളഞ്ഞു. ഇൻഡസ്ട്രിയിൽ അപ്പോൾ നവോദയാണ് ആദ്യം ഫസ്റ്റ് അവർ ബൈബിൾ സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവിഡ് നോണി സിസ്റ്റം കൊണ്ടുവരുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്കൊരു സാധാരണക്കാരൻ്റെ മനസ്സാണ്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ജി വെങ്കിട്ടരാമൻ എന്നാണ് അദ്ദേഹം. വളരെ തിരക്കേറിയ എഡിറ്ററാണ്. ഒരു വർഷം 24 പടമൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്ന് നമ്മോടൊപ്പമുള്ള ആളുടെ പേര് പറയുന്നതിന് മുന്നേ എനിക്ക് ആളുടെ 2 ക്വാളിറ്റീസാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം എന്ത് പറഞ്ഞാലും അല്ല, എൻഡിങ് ഒരു ക്ലൈമാക്സിൽ നല്ലൊരു ചിരി ഉണ്ടാവും, ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു ചിരി ഉണ്ടാവും. ഈ 2 ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ പാതി ആവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയത്തില്ലേ, എളിമ എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു പര്യായം എന്ന് തോന്നിയിട്ടുള്ള, എല്ലാം പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്, പര്യായമാണ്. എഡിറ്റിംഗ് കിങ് ആണ്. സ്റ്റുപ്പൻഡസ് ആയിട്ടുള്ള ക്രിയേറ്റീവ് സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ് രഞ്ജൻ എബ്രഹാം സാർ. സാറിൻ്റെ ഫാൻസ് അല്ലാത്തതായിട്ട് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഒരു കിടില മനുഷ്യനെയാണ് നമ്മൾ ഇന്ന് റീൽ ടു റിയലിലേക്ക് അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഷോ സാർ. താങ്ക് യു. നമസ്കാരം സാർ. ശരിക്കും ജെൻസി അല്ലേ? കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ വരെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ സാറ് എഡിറ്ററാണോ മ്യൂസിക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ എന്നാൽ മ്യൂസിക്കിൻ്റെ സ്പേസ് കൊടുക്കാൻ ഉള്ളൊരു സെൻസ് എഡിറ്റർക്ക് വരണമെങ്കിൽ അത് അത്രയും നേരത്തെ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേഷൻ ഇല്ലാതെ അത് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സ്പേസ് അവിടെ ഇടണമെങ്കിൽ അവിടെ മ്യൂസിക് ചെയ്യണമെന്ന് മ്യൂസിക് ഡയറക്ടർക്ക് ഒരു കാൽക്കുലേഷൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ സാറ് വളരെ മൈക്രോ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടാണോ എഡിറ്റിംഗ് പഠിച്ചത്? തീർച്ചയായിട്ടും. അല്ല, എഡിറ്റിംഗ് പഠിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നില്ല. ഒരു ഇടവേള, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡിറ്റിംഗ് പഠിക്കാൻ പോയത്. ഒരു 3 മാസത്തെ എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. കാരണം ഡയറക്ഷൻ പഠിക്കാനാണ് വന്നത്. ശരി. അപ്പോൾ അന്നത്തെ ഏറ്റവും തിരക്കേറിയ ഡയറക്ടർ എടുക്കേണ്ട അപ്പോയിൻമെൻറ്റ് കിട്ടിയതും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പുതിയ പടത്തിൽ ജോയിൻ ചെയ്താൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുതിയ പടം തുടങ്ങാനൊരു 3 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ചുമ്മാ നിൽക്കേണ്ട, അന്ന് മദ്രാസിൽ പോകണല്ലോ, ചെന്നൈ പോയെങ്കിൽ സിനിമയിൽ പഠിക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് പറഞ്ഞു, അങ്ങനെയാണ് ചുമ്മാ ഇരിക്കേണ്ട, ഞാനൊന്ന് എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എഡിറ്റിംഗ് പഠിക്കാൻ പോയതാണ്. അപ്പം ചെറിയ എഡിറ്റേഴ്സിൻ്റെ ഇടയ്ക്കൊന്നും അവസരം കിട്ടാതെ വന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ എഡിറ്ററുടെ അടുത്താണ് കിട്ടിയത്. അപ്പോഴേ എന്നെ അവിടെ ആക്കിയ ആൾ പറഞ്ഞു, അവിടെ നിന്ന് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പോകുന്നോളാന്ന് പറഞ്ഞു. പക്ഷേ ഈ 3 മാസത്തെ ഗ്യാപ്പ് വീണ്ടും ഒരു 3 മാസം കൂടെ നീണ്ടു. അപ്പോൾ 6 മാസമായി. അപ്പോഴേക്കും അദ്ദേഹമായിട്ടുള്ളൊരു പേഴ്സണലി ഒരു അറ്റാച്ച്മെൻറ്റ് വന്നപ്പോൾ പോവുക എന്ന് പറയാനൊരു വിഷമമായിരുന്നു. അങ്ങനെ എഡിറ്റിങ്ങിൽ പെട്ടു. അത് ഗുരുവിനെ പോലെ കരുതാവുന്ന ഒരാളാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് പറയാമോ? ജി വെങ്കിട്ടരാമൻ എന്നാണ് അദ്ദേഹം. വളരെ തിരക്കേറിയ എഡിറ്ററാണ്. ഒരു വർഷം 24 പടമൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയൻ സാറ്, മോഹൻ, സത്യേട്ടൻ, ചന്ദ്രകുമാർ, അങ്ങനെ MT സാറ്, അങ്ങനെ അവരുടെയൊക്കെ പടങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം 4 പടവും 5 പടത്തിനൊക്കെ വർക്ക് കിടക്കുന്നുണ്ടാവും. 13 അസിസ്റ്റൻസ് ഉണ്ട്. അതിലൊരാൾ അസിസ്റ്റൻ്റായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. അതിൽ ഏറ്റവും ജൂനിയറായിരുന്നു ഞാൻ. ജൂനിയറായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച, അദ്ദേഹം സാർ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. സീൻസ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ സീനും വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫീല്, ടൈമിങ്, കാര്യങ്ങൾ ഞാനിപ്പോഴും വളരെ ശ്രദ്ധാലുവാണ്. സാറ് വർക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ഞാൻ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനൊക്കെ, അന്ന് ഫിലിമിലായതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ഒരാൾ കൂടെ വേണമായിരുന്നു. അപ്പം ഞാൻ അതുപോലെ കട്ടിങ്സുകൾ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് പറയുന്നത്. ഫിലിം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് പോർഷൻസ് അത് കറക്റ്റായിട്ട് നമ്പർ ചെയ്ത് എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നീട് അതൊന്ന് 2 ഫ്രേസ്റ്റിൻ്റെ തേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള ജോലിയല്ല. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു.
ഓരോ വർക്കിനും അദ്ദേഹം കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓക്കെ. അപ്പം നോർമലി എന്താ പറയുക, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടാവും. ആ മൊബൈലിനകത്ത് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇൻഷോട്ട് പോലത്തെ ആപ്ലിക്കേഷൻസിലോ അല്ലെങ്കിൽ AI റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിലോ ഇട്ട് അത് 2 സെക്കൻഡ് കൊണ്ട് സംഭവം എഡിറ്റ് ചെയ്ത് കുറേ സംഭവം അതിനകത്ത് ഫില്ല് ചെയ്ത് ട്രാൻസിഷൻ ഇട്ട് അത് ഇൻസ്റ്റഗ്രാം റീലാക്കി ഇറക്കും. അങ്ങനൊരു പ്രവണതയുള്ളൊരു ജനറേഷനാണ്. പക്ഷെ അവരെ പോലും വെല്ലുന്ന കുറേ കാര്യങ്ങൾ സാറിൻ്റെ കയ്യിലുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഈ മറ്റേ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനലി കട്ട് ചെയ്ത് നമ്മൾ ഈ ഫിലിം റീൽസിൽ ചെയ്യുന്ന ഒരു മൂവിയോളോ പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അടുത്ത ആപ്ലിക്കേഷൻ എനിക്ക് ഓർമ്മയില്ല, പേര് സ്പ്ലൈസർ അങ്ങനെ എന്തോ തോന്നുന്നല്ലേ. സ്പ്ലൈസർ ജോയിൻ ചെയ്യുന്ന എക്യുപ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് സാർ ഇന്നത്തെ ഇതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സാറിന് ആ ഒരു ട്രാൻസിഷൻ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാധിച്ചു എനിക്ക്. കാരണം ഞാൻ ഇപ്പോൾ ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് തന്നെ, ഒരു മഴത്തൂർ കനവ്, അത് ചെയ്യുന്ന സമയത്ത് തന്നെ നോൺ ലീനിയർ എഡിറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇൻഡസ്ട്രിയിൽ അപ്പോൾ നവോദയാണ് ആദ്യം ഫസ്റ്റ് അവർ ബൈബിൾ സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവിഡ് നോൺ ലീനിയർ സിസ്റ്റം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കമലഹാസൻ സെറ്റപ്പ് മേടിച്ചിരുന്നു. പിന്നെ ശ്രീകർ പ്രസാദ് അദ്ദേഹമൊക്കെ ആഡ് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വാങ്ങിയിരുന്നത്. പിന്നെ ഒരു സിനിമ ചെയ്യാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കമലഹാസൻ പലപ്പോഴും പല പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിനോട് എഗൻസ്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രോഡ്കാസ്റ്റ് എക്സിബിഷൻ വെച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ കണ്ടപ്പം തോന്നി ഇത് വളരെ ഹെൽപ്ഫുള്ളാണല്ലോ, ഭയങ്കര സൗകര്യമാണ്. കാരണം നല്ലൊരു അസിസ്റ്റൻ്റ് ഇല്ലെങ്കിൽ മറ്റേ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ എഡിറ്റർ തന്നെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് ജോയിൻ ചെയ്ത് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ ഉണ്ടായൊരു വലിയൊരു അനുഭവമുണ്ട്. അപ്പം പടം എഡിറ്റിങ് കഴിഞ്ഞ് അന്നൊക്കെ പടം തിയേറ്ററിൽ കൊണ്ടുപോയി കാണുമായിരുന്നു. അപ്പം ഫിലിം എന്ന് പറയുമ്പോഴേക്കും ഒരു 10-35 ക്യാനുകളുണ്ടാവും. അപ്പോൾ തിയേറ്ററിൽ ചെന്ന് ഫസ്റ്റ് പടം എഡിറ്റ് കഴിഞ്ഞ് കാണാൻ വേണ്ടി പ്രീവ്യൂ തിയേറ്ററിൽ കൊണ്ടുവന്ന് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റീൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ സിങ്ക്രണൈസിങ് പോയി, ഒരു പീസ് അത് മിസ്സായിപ്പോയി. അപ്പോൾ ആദ്യത്തെ പടം ആദ്യത്തെ ഷോയാണ്. വിദ്യാസാഗറുണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടർ, ലാൽ ജോസ് ഉണ്ട് ഡയറക്ടർ. പക്ഷേ എൻ്റെ ഭാഗത്ത് ശ്രീനേട്ടനൊന്നും വരുമെന്ന് പറഞ്ഞെങ്കിൽ ശ്രീനേട്ടൻ വന്നില്ല. ശ്രീനേട്ടനായിരുന്നു അതിൻ്റെ തിരക്കഥ എഴുതിയിരുന്നത്. പക്ഷേ അപ്പോൾ അദ്ദേഹം വന്നതിൻ്റെ രക്ഷപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ റീൽ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ റീൽ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ശരി, സെക്കൻഡ് റീൽ ഇട്ടു, തദ്ദൈവ. തേർഡ് റീൽ ലോഡ് ചെയ്തു. ഇനി ഒന്നും പറയാൻ അപ്പോൾ ഇല്ല, വിദ്യ ഒരു കുഴപ്പമില്ല സാറില്ല, നമുക്ക് നാളെ രാവിലെ കാണാം, കറക്റ്റ് ചെയ്ത് കാണാൻ പറഞ്ഞ്. ലാല് ഭയങ്കരമായിട്ട് ചൂടായി. എല്ലാവരോടും അസിസ്റ്റൻസിനൊക്കെ നാളെ രാത്രിയിലിരുന്ന് പക്ക ചെക്ക് ചെയ്തിട്ടല്ലത് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു എഫർട്ട് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു റീല് മൂവിയിലോ സ്റ്റീം ബൈക്കിലോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോയി സ്റ്റീം ബൈക്കിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ റിവൈൻഡ് ചെയ്ത് വരാം. പക്ഷേ മൂവിൽ ഒരിക്കൽ സൈക്കിൾ അത് റണ്ണിങ് സ്പീഡ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിന് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ജോയിൻറ്റ് വിട്ടുപോയാൽ പോലും പണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ നോൺ ലീനിയർ എഡിറ്റിംഗ് സിസ്റ്റം കണ്ടപ്പം ഇത് വളരെ കംഫർട്ടാണല്ലോ, തീർച്ചയായിട്ടും നന്നായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ അത് പഠിക്കാനുള്ള ശ്രമമായിരുന്നു. പിന്നെ ആദ്യത്തെ പടം കഴിഞ്ഞത് പിന്നെ 1.5 കൊല്ലത്തേക്ക് ഒരു പടവും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പണിയില്ലല്ലോ. സാർ ആ സമയത്ത് മാരീഡ് ആയിരുന്നോ? മാരീഡ് ആയിരുന്നു. അടിപൊളി. അപ്പോൾ നല്ല സുഖമായിരുന്നു ജീവിതം. അപ്പോൾ വേറൊരു ജോലി ചെയ്തിട്ടുമില്ല ചെന്നൈയില്ല, അന്നത്തെ കാലത്ത് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ മാരീഡ് വാടകയ്ക്ക് വീട്ടിൽ ചെന്നൈയിൽ താമസിക്കുന്നവരുടെ അവസ്ഥ കുട്ടി ഉണ്ടായിരുന്നു. അയ്യോ, അപ്പം വളരെ സുഖകരമായിരുന്നിരിക്കില്ല. അപ്പം അങ്ങനെ ഭയങ്കര സുഖകരമായ ജീവിതമായിരുന്നു. ഇനിയോ പക്ഷേ ഇങ്ങനെ നോൺ ലൈനിൽ പഠിക്കാൻ തീരുമാനിച്ചു പോയി പഠിച്ച് 1 മാസം കൊണ്ട് നോൺ ലൈനിൽ എഡിറ്റിംഗ് പഠിച്ചു. ഞാൻ ഒരുപാട് എഡിറ്റ് ചെയ്തു. ചന്ദ്രനദിക്ക് ഐക്കോണിക് പടം. പക്ഷേ ശരിക്കും ഒരു അത്ഭുതമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം മൂവികളെന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് വരിക. സോഫ്റ്റ്വെയർ എനിക്കറിയില്ല, അപ്പോൾ കമ്പ്യൂട്ടറും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിന് പറഞ്ഞു. ഇല്ല വേണ്ട, ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് മൗസേ കൈ വെച്ചപ്പോൾ കഴ്സർ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോയി. നമ്മൾ സാധാരണ സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്ന പോലെ കറക്ഷൻ.
പിന്നെ അതുപോലെ അന്ന് ബീറ്റ റെക്കോർഡർ വേണം. ബീറ്റയിലാണ് നമുക്ക് റീൽസുകൾ റഷായാലും കിട്ടുക. അങ്ങനെയാണ് ടെലിസിൻ ചെയ്തിട്ട് ദെൻ നമ്മളിപ്പോൾ റീല് വേറൊരു സ്ഥലത്ത് ഡബിങ്ങിന് കൊടുക്കണമെങ്കിൽ ഒക്കെ ബീറ്റയിൽ. അപ്പോൾ ബീറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കീസൊക്കെ ഉള്ള ഒരു എക്യുപ്മെൻ്റാണ്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കും. അപ്പം അതൊക്കെ ആദ്യമേ ബൈഹർട്ട് ചെയ്ത് ട്രയലൊക്കെ നോക്കി നല്ല എഫോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സർ. എനിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടില്ല. നമ്മളൊക്കെ ഫിലിം കണ്ട് 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 ടി വിയുടെ മുമ്പിൽ നിന്ന് വീണ്ടും കണ്ട് കണ്ട് ശീലിച്ച ആൾക്കാരാണ്. അപ്പം ഈ ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിനകത്ത് ബമ്പാട്ട് ഹുടുക്കി എന്ന പാട്ടില്ലേ, അതില് കാവ്യന്റെ മറ്റേ ഇങ്ങനെ കുറേ കൂടുതൽ ഡാൻസേഴ്സിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലോ മോഷൻ സംഭവം ഉണ്ട് ആ പാട്ട് പാടുന്നതിനിടയിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ അവിടെ ഒരു സ്ലോ മോഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത് എഡിറ്റർ അല്ലേ? ഇല്ല, അത് ഡയറക്ടർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഹൈ സ്പീഡിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ആക്ച്വലി സാർ അതിന് ഇത് പറയാറുണ്ടോ? ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ സ്ലോ മോഷൻ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം അതിനുള്ള ഫ്രീഡം ഉണ്ട്. നോൺ ലീനിയർ ആയതുകൊണ്ട് ഞാൻ സ്പീഡ് മാറ്റും, നോർമൽ സ്പീഡാക്കും. എല്ലാം നോർമൽ സ്പീഡുള്ളത് ഹൈ സ്പീഡാക്കാം. അങ്ങനെയുള്ള ഫ്രീഡം ഉണ്ട് ഇപ്പം ഈ നോൺ ലീനിയർ ആയതുകൊണ്ട്. അതുപോലെ ഇപ്പം അത് പറഞ്ഞ ഇപ്പം ഫസ്റ്റ് മറുത്തൂർ കനവിൽ ആ പള്ളിയിൽ വെച്ചൊരു സോങ് ഉണ്ടല്ലോ, കരുണാമയനകത്ത്. അപ്പം ആദ്യത്തെ പാട്ടാണ് എൻ്റെ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് വന്നാൽ പറ്റില്ല. അന്നേ പറഞ്ഞു അത് പള്ളിയിൽ വെച്ച് ഇവർ മീറ്റ് ചെയ്യുന്നത് നമുക്ക് റൗണ്ട് റോളി ഡിസോൾവ് ചെയ്ത് പോകണമെന്ന് പറയുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഡിസോൾവ് ആവശ്യമില്ലെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ലാലും കണ്ടപ്പോൾ ഓക്കെ ഹാപ്പി ആയിരുന്നു. ഫ്ലാഷ് ബാക്ക് നമ്മുടെ സാറിൻ്റെ ഫിലിംസിൽ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്കിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ക്ലൈമാക്സിൽ കാണിക്കുന്നൊരു സാധനം തുടക്കത്തിൽ കാണിച്ചാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ സജഷൻ പറഞ്ഞിട്ട് വിജയിച്ച എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടോ? ഫോർമുലയാണോന്ന് അറിയില്ല. ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും ഓർക്കാൻ പറ്റില്ല. കുറേ ഉണ്ട്, അനുഭവം ഉണ്ടല്ലേ. പലപ്പോഴും അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നതാണ്. പിന്നെ എന്നാ വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്നേ വേണം. അപ്പോൾ എനിക്കൊരു സാധാരണക്കാരൻ്റെ മനസ്സാണ്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അധികം ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഞാൻ കുറച്ച് സീൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ. അത് നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കാവ്യയുടെ സീന് അതുപോലെ ഒന്നാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ ഒരു മീശ മാധവല്ല അരഞ്ഞാണത്തിൻ്റെ സീൻ, അതിനകത്തും ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ പിന്നെ കാണുന്ന ഒരാൾക്ക് നമുക്കത് അറിയാവുന്നതുകൊണ്ട് കുറച്ച് നീളമായിട്ടുള്ളതായിട്ട് അത് ഫീൽ ചെയ്യും. പക്ഷെ അത് വളരെ പതുക്കെ കുറച്ച് സമയമെടുത്ത് ചെയ്തതുപോലെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പിറ്റേ ദിവസം കറക്റ്റായിട്ട് കാവ്യയുടെ ഫേസിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സീൻസ് എഡിറ്റ് ചെയ്യുമ്പോൾ സാർ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആ സീൻ്റെ ഒരു മൂഡ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് അടുത്ത പോർഷൻ വരുമ്പം അന്നേരം ആ സമയത്ത് എത്രമാത്രം വേണം എന്നുള്ളത് മാത്രം അന്നേരം തീരുമാനിക്കാം. ഓൾറെഡി ഡയറക്ടർ പറഞ്ഞു തരുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞു തരുന്നുണ്ടാവും? അങ്ങനെ ഡീറ്റെയിൽഡൊന്നും ഒരിക്കലും പറയാറില്ല. പലപ്പോഴും ചില അപൂർവം ചില സമയത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ല അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നുന്ന. അതുപോലെ ഇപ്പം ക്ലാസ്മേറ്റ്സിൽ എൻ്റെ കൽവിലസം, അപ്പോൾ അതിൽ ആ സ്റ്റേജിൽ നരൻ പാടുന്നുണ്ടല്ലോ ഫസ്റ്റ് പോർഷൻ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ പാടുമ്പം അപ്പോൾ അതിനകത്ത് മറ്റേ ക്യാരക്ടറിനെ കാണിക്കേ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം പക്ഷെ ഞാൻ അതിനകത്ത് 2 ഷോട്ട് യൂസ് ചെയ്തു. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. പിന്നെ ഇന്നൊക്കെയാണ് ചിലപ്പോൾ ആൾക്കാരൊക്കെ റിവൈൻഡ് ചെയ്തൊക്കെ നോക്കിയൊക്കെ. പക്ഷെ ഇതൊരു കാര്യമായിട്ട് തിയേറ്ററിൽ നമ്മൾ ആ സിനിമ കാണുമ്പോഴേ അതിനിടയിൽ കൂടി ഈ പെങ്കൊച്ചിനെ കയറി വന്നതെന്നേ നമുക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് ഇതിപ്പം അതിന് വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ അങ്ങനെ ഒന്നും ആ സീനിൽ ഫീൽ ചെയ്യില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെൻസ് ചെയ്യുമായിരിക്കും. അല്ലാണ്ട് പിന്നെ ഒരിക്കലും ആ ഫിലിം കണ്ടാൽ ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതി അത് തീർച്ചയായിട്ടും വളരെ നിർബന്ധമായിരുന്നു. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ലാലയിലും മേക്കിങ്ങിലും അതുപോലെ തന്നെയായിരുന്നു. അത് എടുത്തതും ആ രീതി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ചില സ്ഥലത്ത് അപ്പോൾ പിന്നീട് ആരെങ്കിലും പറയുമ്പോൾ അന്ന് അവിടെ ഓഡിയൻസിനോട് ഇവരില്ലായിരുന്നല്ലോ എന്ന് പറയരുതല്ലോ. അതെ റൈറ്റ്. അത് മാത്രമല്ല സാർ, ആ കുട്ടിയുടെ അത് മോഷ്ടിച്ചിട്ട് എടുത്താണല്ലോ പാടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കവിത ആര് പാടുന്നു എന്ന് കേൾക്കാനുള്ള ഒരു ജിജ്ഞാസയിൽ ആ കുട്ടി ഓടി വരുന്നു എന്നേ നമ്മൾ എടുക്കണുള്ളൂ പ്രേക്ഷകർ. പക്ഷേ ഇവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ക്ലൈമാക്സ് ശരിക്കും ഒരു ട്വിസ്റ്റ്, നല്ല അടിപൊളി ട്വിസ്റ്റ് തന്നെയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് സാർ. അതുപോലെ നമ്മുടെ അയാളും ഞാനും തമ്മിൽ ആ ഫിലിമിനകത്ത് ഉള്ള ഒരു രജിസ്റ്റർ ഓഫീസ് സീൻ
ഉണ്ടല്ലോ. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു സാർ വേറെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ക്രിറ്റിസിസം കേട്ടിട്ടുള്ള ഒരു സംഭവമാണെന്ന്. അത്രയും ലോങ് ആയിട്ട് അത് വെക്കണ്ടായിരുന്നു, കുറച്ച് അതിനിടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാനൊക്കെ കേട്ടിട്ടുണ്ട്. സാറിന് അതങ്ങനെ ചെയ്യണമെന്ന് തോന്നാനുള്ള ഉണ്ടായ ഒരു കാര്യം എന്താണ്? ആ ഷൂട്ട് കണ്ടപ്പോൾ അത് സിംഗിൾ ഷോട്ടായിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്തതും. അപ്പോൾ ഞങ്ങൾ ഡബ് ചെയ്യുമ്പോഴേ അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആകും. ഒരു കറക്റ്റായിട്ടൊരു മ്യൂസിക് സ്പേസ് വന്നാൽ മതി, അതിനകത്ത് വേറെ ഫ്ലാഷ് കട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും പ്രേക്ഷകന് അത് ഫീൽ ചെയ്യും. ഈ ഫ്ലാഷ് കട്ട്സ് വന്നാലായിരിക്കും അത്രയും ഫീൽ ചെയ്യാതിരിക്കുക. ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്യും. ഞാനത് സാറിൻ്റെ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം ഞാൻ അതൊന്നുകൂടെ എടുത്ത് നോക്കിയിട്ട് ഞാൻ അവിടെ ഫ്ലാഷ് കട്ട്സ് ഒന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പോൾ എനിക്കത് ഡിസ്റ്റർബൻസ് ആണ്. അതിങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖവും, പിന്നെ ഇടയിൽ സാറ് പറഞ്ഞില്ല ബാക്കിലോട്ടൊരു കട്ട് പോയില്ല, അവരുടെ ഏതെങ്കിലും ഓർമ്മകളിലോട്ടൊരു കട്ട് പോയി അത് പറ്റില്ല. ഞങ്ങളുടെ മനസ്സിലത് പതിഞ്ഞു പോയ സീനായതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ. സാർ കറക്റ്റ് ഡെലിവറിങ് ആയിരുന്നു സാറിൻ്റെ ഒരു ഓക്കെ സാർ. അതുപോലെ തന്നെ നമ്മുടെ ഇത് ശരിയായിട്ടുള്ള ഒബ്സർവേഷൻ ആണെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. അയ്യപ്പനും കോശി സിനിമ, ആ സിനിമയ്ക്കകത്ത് കോശി എന്നൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന് നല്ല അറഗൻ്റാണ്. നമ്മളിപ്പോൾ വേറെ ഒരു വേർഡും എനിക്ക് വേണം ഉപയോഗിക്കാൻ പറ്റില്ല. അറഗൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അറഗൻസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നന്നാവുന്ന നല്ലൊരു മനുഷ്യനാണ് കോശി. അല്ലാതെ വേറെ വലിയ പ്രോബ്ലംസും, ആൾക്കുള്ളിൽ സ്നേഹമുണ്ട്, എല്ലാവരോടും ഇതുണ്ട്, പക്ഷേ അറഗൻസ് എന്നൊരു സാധനമുണ്ട്. ആ അറഗൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അത് അയ്യപ്പന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഇവിടെ തമ്മിൽ ഇത് വരുന്നത്. അപ്പോൾ കോശിയുടെ അറഗൻസ് എവിടെ കുറയുമെന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ അറഗൻസ് ഇച്ചിരി കുറഞ്ഞാൽ മാത്രമേ ലെവല് ഇടിച്ചിടിച്ച് നിൽക്കത്തുള്ളൂ എന്ന് വിചാരിച്ച കറക്റ്റ് സമയത്ത് സാറ് കുറേ സീൻസ് അതിൽ കൊണ്ടുവന്നു. കറക്റ്റായിട്ട് നമ്മുടെ അയ്യപ്പൻ അവനെ ഇറക്കി വിടുന്നു, നടക്കുന്നു, ഫുള്ള് ക്ഷീണിക്കുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ലേ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈശ്വര ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തോന്നുന്ന ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ആണോ അതോ ഇത് അതിലുണ്ടായിരുന്ന ഷൂട്ട് ചെയ്തായിരുന്നു? ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് കറക്റ്റ് സമയത്ത് സാർ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അത് ആ പ്ലേസിന് തന്നെ പ്ലേസിന് വേണ്ടി എടുത്തതായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് പടത്തിന് ലെങ്ത് കൂടുതലായിരുന്നു. അപ്പോൾ ലെങ്ത് കുറയ്ക്കുന്ന ഘട്ടത്തിൽ ശരിക്കും പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും ഒരു ബ്രിഡ്ജിന് മുകളിൽ കൂടെ നടന്നു വരുന്നതൊക്കെ കളഞ്ഞായിരുന്നു. പക്ഷെ ഓക്കെ പടം ഒക്കെ സെറ്റ് ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇനി ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നിയപ്പം അതൊക്കെ വീണ്ടും ആഡ് ചെയ്തു. ബ്രിഡ്ജിന്റെ മേലെ നടന്നു പറഞ്ഞാൽ കളഞ്ഞ എങ്ങനെ ശരിയാവും? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അത് ഉള്ളതുകൊണ്ടല്ല ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും. പക്ഷെ അത് ഉണ്ടാകുമ്പോൾ കുറേ കൂടെ ഫീൽ കൂടും. അപ്പോൾ രാജു പറഞ്ഞു ഷൂട്ട് ചെയ്ത സമയത്ത് ഇത് വെറുതെ ഷൂട്ട് ചെയ്ത സമയങ്ങളിൽ നിന്ന് അത് പുള്ളി തീർച്ചയായിട്ടും കളയുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫീല് ഭയങ്കരമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പടത്തിൻ്റെ ലെങ്ത് കുറച്ച് ഓക്കെ സേഫായി എന്ന് തോന്നി. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു 8 മിനിറ്റോളം ഞാൻ പടത്തിൽ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു അനുമോഹൻ്റെ കുറേ സീൻസുകൾ അഫക്റ്റ് ചെയ്തിരുന്നു. പല സീനുകളിൽ എൻ്റെ ഫിനിഷിങ് പോർഷൻ അനുവിൻ്റെ പോർഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, അതൊക്കെ കളഞ്ഞായിരുന്നു. അതൊന്നും ഇല്ലെങ്കിലും പടത്തെ എഫക്റ്റ് ആവില്ലായിരുന്നു. പക്ഷേ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ അത് ബാധിക്കും, നഷ്ടം അദ്ദേഹത്തിന് മാത്രമായിരിക്കുമല്ലോ. അതെ, ശരിക്കും നമുക്ക് ആ സീൻസ് കാണുമ്പോഴാണ് ശരിക്കും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനോട് ഒരു കഷ്ടം തോന്നുന്നത്. ഇയാളിത് എങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്, ആൾക്കിപ്പം ശരിക്കും ഒരു വണ്ടി വന്നെങ്കിൽ ലോറി വന്നെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ആ മൊമെൻറ്റിലാണ്. അതേസമയം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും സെയിം അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ കൊഴുപ്പിളകി പോവാന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഫീലിംഗ് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കിട്ടുന്ന പോലെയായിരുന്നു ആ സീൻസൊക്കെ. അപ്പോൾ സാർ അത് കളഞ്ഞിട്ട് വീണ്ടും ആഡ് ചെയ്ത സീനൊക്കെ ആണല്ലേ. അപ്പോൾ സച്ചി പറഞ്ഞു ലെങ്ത് കുറയ്ക്കണം പറഞ്ഞ് എന്നെ കൊണ്ട് എല്ലാം വെട്ടാൻ സമീപിച്ചിട്ട് ഇപ്പോൾ എന്നുവെച്ച് പിന്നെ ആഡ് ചെയ്തിട്ട് ഞാൻ കുഴപ്പമില്ല സച്ചി. പക്ഷെ ഇപ്പോഴും എനിക്ക് നിരാശയുള്ള ഒരു സീനുണ്ട്. ഒരു പോർഷന് ഈ കോശിയും അയ്യപ്പനും കൂടെ ബൈക്കിൽ വരുമല്ലോ, അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ പോർഷൻ കളഞ്ഞായിരുന്നു. നല്ല രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റും? അല്ല, ഇവര് അവിടെ വരുമ്പം ഡെഡ് ബോഡി അവിടെ കൊണ്ടുവരുമ്പോൾ ഇന്ന സംഭവങ്ങളൊക്കെ വേണമെന്ന് പറയുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി, അങ്ങനെ കുറേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് കളയേണ്ടി വരും. അതിന് സാറിന് ഇപ്പോഴും സാർ. അതുപോലെ നമ്മൾ ക്ലാസ്മേറ്റ്സ് എന്ന ഒരു വൈബ്, അപ്പോൾ ആ വൈബ് പിടിക്കണമെങ്കിൽ ആദ്യം കഥ എഴുതിയ ആൾക്ക് അങ്ങനെ ഒരു വൈബ് ഉണ്ടാവണം, പിന്നെ അത് ഡയറക്റ്റ് ചെയ്ത ആൾക്ക് വൈബ് ഉണ്ടാവണം, മ്യൂസിക് ചെയ്ത ആൾക്ക്, എല്ലാവർക്കും അങ്ങനെ ഒരു നമ്മുടെ ഒരു പഴയ യൂണിയൻ അല്ലെങ്കിൽ അലുമിനിയം മീറ്റ് അല്ലെങ്കിൽ റീയൂണിയൻ ഇങ്ങനെയൊക്കെയുള്ളൊരു വൈബുള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാൾക്കാർക്ക് മാത്രമേ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫാക്ടറിലി പ്രേക്ഷകർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. സാറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അത് റീയൂണിയൻ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീയൂണിയൻ അതിന് ശേഷമാണല്ലോ ഉണ്ടാകുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാനും ശരിക്കും എൻ്റെ ക്യാമ്പസ് ലൈഫിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. വരാന്ത കൂടെ മുദ്രാവാക്യം വിളിയും എല്ലാം. അപ്പോൾ ഞാൻ ശരിക്കും ഫീൽ ചെയ്ത്
എഡിറ്റ് ചെയ്തൊരു പടമായിരിക്കും അത്. ക്ലാസ്മേറ്റ്സ്. പിന്നെ റീയൂണിയൻ്റെ അനുഭവം അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ കോളേജ് എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും പിന്നെയും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുള്ളതിനൊക്കെ കൂടുതൽ അദ്ദേഹം FCIയിലാണ് ജോലി ചെയ്തിരുന്നത്, ജോസഫ്. അപ്പോൾ അത് ഇടയ്ക്ക് ചെന്നൈയിൽ ട്രാൻസ്ഫർ ആയി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം മിക്കവാറും കാണുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി. പിന്നെ ആ കണക്ഷൻ വിട്ടുപോയി. അപ്പോൾ എവിടെ വേണം ഉള്ളതെന്ന് അറിയില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് മൊബൈലോ സ്വന്തം ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓഫീസിൽ വിളിച്ച് അങ്ങനെ കിട്ടാതെ കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ശരിക്കും അതിന് ശേഷം ഞാൻ ഈ പടം ഇറങ്ങിയതിന് ശേഷം, അപ്പോൾ ആ സമയത്തേക്ക് കൂടുതൽ ഫീൽ നൊസ്റ്റാൾജിയ വരുള്ളൂ. എന്തായാലും ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് പുള്ളി വർക്ക് ചെയ്ത ഓഫീസുകൾ കണ്ടുപിടിച്ച് അവസാനം പുള്ളി ഹൈദരാബാദ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലായി. അവിടുന്ന് അപ്പോൾ അവിടുത്തെ നമ്പർ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചു. ഞാനപ്പോൾ ഹൈദരാബാദ് ഒരു പടത്തിൻ്റെ വർക്കിന് പോയപ്പം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് അപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്നോട് ഒരു രഞ്ജ, നീ 20 വർഷത്തെ അകൽച്ച 10 സെക്കൻഡ് പോലും ഇല്ലാണ്ട് മാറ്റിക്കളഞ്ഞു. ഐക്കോണിക് ഡയലോഗാണല്ലോ, 20 വർഷത്തെ അകൽച്ച 10 സെക്കൻഡ് കൊണ്ട് മാറ്റി. നമുക്ക് ശരിക്കും ഒരു ഡയലോഗായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന. ഓക്കെ. പിന്നെ ഇപ്പോഴും കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയത്തില്ലേ, ഈ പ്രണയത്തിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഞാൻ ചോദിക്കാൻ കാരണം, ഒരു സിനിമയിൽ പോലും അതിൽ അയാളും ഞാനും തമ്മിൽ ഡെപ്ത് അവർ എത്ര ലെയർ താഴോട്ട് പോയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് കുഴി തോണ്ടി പോയിട്ടുണ്ട്. അങ്ങ് നമ്മൾ നെല്ലിപ്പലക കാണുന്ന അറിയില്ലേ, അതുപോലെ കൊണ്ട് മുട്ടിച്ചിട്ടുണ്ട് ലാൽ ജോസ് സാറ്. അത് എങ്ങനെ ഭയങ്കര, അത് വളരെ റെയർ ഫിലിംസിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. ഹിന്ദിയിൽ 1-2 ഫിലിംസ്, എനിക്ക് പഴയ കുറച്ച് ഫിലിംസ് അങ്ങനെ വരും. ആരാധന എന്നൊക്കെ ഉള്ള ഫിലിമില്ലേ, ശർമിള ടാഗോറിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഫിലിംസിലൊക്കെ ഇങ്ങനത്തെ ഈ നെല്ലിപ്പലക കാണുന്ന പ്രണയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അയാളും ഞാനും തമ്മിൽ എന്ന സാധനം കാണിച്ചു. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റിംഗ്, എനിക്ക് കുറച്ച് കാശ് കിട്ടും, ഞാൻ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതല്ല, നമ്മുടെ ഒരു ക്രാഫ്റ്റ് അതിനകത്ത് ഇടുമ്പോഴാണ് പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സാറിൻ്റെ ഒരു പ്രണയത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? സാർ ആരെങ്കിലും പ്രേമിച്ചതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സാറിന് പ്രണയം എന്നൊരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രണയമുള്ള ഒരു സീൻ എഡിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഫീൽ കൊണ്ടുവരണമല്ലോ. അപ്പം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാണുന്ന പ്രേക്ഷകന് ശരിക്കും റൊമാൻറ്റിക് ആയി അവനൊരു റൊമാൻസ് ഫീൽ ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിക്കാറ്. ഞാൻ എന്നോട് അയാളും ഞാനും തമ്മിലേക്കാൾ ഇവര് ചോദിക്കുന്നത് വിചാരിച്ചത് നീലത്താമരയില് അനുരാഗ് വിരോചന്റെ സോങ്ങിന്റെ എഡിറ്റിനെ കുറിച്ചായിരിക്കും. അത് നമ്മള് പറഞ്ഞ ഒരു ചീറ്റിംഗ് എലമെന്റ് ഉള്ളതുകൊണ്ട് അതിലോട്ട് പോവാത്തതാണ്. അത് ശരിക്കും ഒരു പ്രണയം ഉണ്ടെങ്കിലും പ്രണയത്തിന്റെ തുടക്കത്തിൽ ആ ഒരു വെപ്രാളം അല്ലേ, അതാണ് ഫിലിമിൽ കൂടുതൽ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോറി, അത് എന്റെ മാത്രം പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ നീലത്താമരയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന നായികയുടെ മനസ്സിലാണ് പ്രണയം പിന്നെ ഉള്ളത്. മറ്റയാൾക്ക് കുറ്റബോധവും പിന്നെ ഭാര്യ ഓർമ്മിപ്പിക്കുമ്പോൾ ഉള്ള സംഭവമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ചോദിച്ചത്. അയാൾ ഞാനും നമ്മൾ ചോദിക്കാൻ കാരണം. സാർ, എന്തായാലും പ്രണയം ഈസ് പ്രണയം. അതിൻ്റെ തുടക്കമായാലും ഒടുക്കായാലും പ്രണയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം ഇല്ലാതെ സാറിന് അത് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സാറിനോട് അങ്ങനെ ചോദിച്ചത്. ഓക്കെ. അത് തട്ടത്തി മറിയത്ത് ഒരു എഡിറ്റർക്ക് സാറിന് കുറച്ച് മുമ്പ് സാറ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഫിലിം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫിലിം വന്നത്. അപ്പോൾ ഒരു എഡിറ്റർക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഡിപെൻഡൻറ്റ് റീൽസ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് സാർ, എത്രത്തോളമായിരുന്നു ഫാമിലിയുടെയും ഒരു സപ്പോർട്ടും, അല്ലെങ്കിൽ എത്രത്തോളമായിരുന്നു സാർ ആ സ്ട്രഗ്ലിംഗ് പീരീഡ്? കാരണം ഒന്ന് സ്ട്രഗ്ലിംഗ് പീരീഡിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ പേടിയായി. കാരണം അതൊരു ഫാമിലിയുടെ സപ്പോർട്ട് വലുതായിരുന്നു. കാരണം ഭാര്യ ഒരിക്കൽ പോലും അത് വേണം ഇത് വേണം എന്നും പറയാറില്ല, ആവശ്യപ്പെടാറില്ല. ഇപ്പോഴും എന്തെങ്കിലും നമുക്കൊരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വൈഫായാലും മോളായാലും പറയും അത് വേണോ, നമുക്ക് അതിന് ഇത്ര രൂപ ആവില്ലേ, നമുക്ക് ഇത്. അപ്പോൾ അങ്ങനെയൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. വൈഫിൻ്റെ പേര് തങ്കം, മോള് ടെസ്ലിൻ. അപ്പോൾ താലിമാരെ ഒഴുകി ബാക്കിയെല്ലാം ഞാൻ ബാങ്കിൽ സ്ഥിരം വെക്കാറുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ഫൈനാൻസ് മാനേജറാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ മിടുക്കനാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എങ്ങനെയൊക്കെയോ ഓരോരുത്തർ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ മുമ്പിൽ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പം മോൾക്ക് അന്ന് തീരെ ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ മോളുടെ അടുക്ക് അവളുടെ ഓർണമെൻറ്റ്സൊക്കെ പണി. അപ്പോൾ അവൾ ചോദിക്കും എൻ്റെ വള എന്ത് എന്നൊക്കെ ചോദിക്കാൻ പറയും, ഇല്ല അത് ബാംഗ്ലൂരാണ് അവളെ, ബാങ്കിലാന്ന് പറയാം, ബാംഗ്ലൂർ.
സാർ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും വർഷത്തെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വർക്ക് എക്സ്പീരിയൻസിനിടയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലെസ്ഡ് ആണ് എന്ന് തോന്നിയൊരു മുഹൂർത്തം അങ്ങനെ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ഞാൻ എന്നെ അനുഗ്രഹിക്കപ്പെട്ടു, എനിക്ക് അത്രയും മാത്രം അനുഗ്രഹം കിട്ടി എന്ന് തോന്നിയ ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരു മൊമെൻറ്റ്. അതിപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും അത്യാവശ്യം പടങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് അല്ലേ? ബ്ലെസ്സിങ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ സാർ എവിടെ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ രഞ്ജൻ എബ്രഹാം എന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതാരും അല്ലേ എന്നാരും ചോദിക്കില്ല. ആൾ എഡിറ്റർ, ആൾ ഒരു കിടില എഡിറ്ററല്ലേ, ഹൃദയത്തിൻ്റെ എഡിറ്ററല്ലേ, ഇങ്ങനെയൊക്കെ പുതിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടെ ബാക്കിൽ ഫിലിം പറയും. എന്നാൽ പുതിയ കുട്ടികളും പഴയ ഫിലിംസിൻ്റെ കാര്യവും പറയും. അങ്ങനെ പറയുന്ന ഒരു പേരായി സാറ് ബ്രാൻഡ് നെയിമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എഡിറ്റേഴ്സിന് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് പീരീഡൊക്കെ ഇന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാറിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ? ഇന്ന് അത്രയും സ്ട്രഗിളിങ് ഉണ്ടാവില്ല. പോരാത്തിന് ഇന്നുള്ളവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒത്തിരി ഓപ്ഷൻസുകളും ഉണ്ട്. ആഡ് ഫിലിമുകൾ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റീൽസും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവരാരും ഒരിടത്ത് തന്നെ സ്റ്റക്കായി നിൽക്കില്ല. ഒരു ട്രെയിലറിൻ്റെ വർക്കുകൾ, അങ്ങനെ പല വർക്കുകൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇന്ന്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു ഞങ്ങളുടെ സ്ഥിതി. ഒരു എഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആവുക, രക്ഷപ്പെടുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു ലോകം അത്ഭുതം മാതിരിയാണ്. അപ്പോൾ ഒരു സപ്പോർട്ടില്ല, എന്നാൽ വളരെ തുച്ഛമായ വേദനയാണ് നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാവുക. അതങ്ങനെ. അപ്പോൾ ഒരിക്കലും ലക്ഷ്വറിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ എഡിറ്റേഴ്സിനോട് എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, നിങ്ങളും എല്ലാവരും ലൈഫിനോട് നീതി പുലർത്തുക. നമ്മളെന്നു വെച്ചാൽ നമ്മൾ ഓരോ സീൻസ് വർക്ക് ചെയ്യുമ്പോഴും എല്ലാവരും വിചാരിക്കും ഭയങ്കര സ്പീഡിൽ എഡിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറേ എഫക്ട്സ് മ്യൂസിക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് യങ്സ്റ്റേഴ്സൊക്കെ അത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. തിയേറ്ററിൽ അതിനാണ് കളക്ഷൻ കൂടുതലെന്ന് പറയും. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതിന് മാത്രമല്ല കളക്ഷൻ കിട്ടുന്നത്.